ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പ്രത്യക്ഷത്തിൽ തന്നെ മുതലാളിക്ക് അനുകൂല നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി കടുത്ത തൊഴിലാളി ദ്രോഹ നടപടികളിലേക്ക് നീങ്ങുകയാണ്. അതിലൂടെ തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങൾ ഹരിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ഒരുപാട് അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന നിലയിലേക്ക് പോകുന്നു. എന്തിനധികം പറയുന്നു, ഒരു സ്ഥാപനത്തിൽ ജോലിയെടുക്കുന്നവരെ മുതലാളിയുടെ സ്ഥാപന ഉടമയുടെ ഇഷ്ടത്തിനനുസരിച്ച് പിരിച്ചുവിടാം എന്ന നിലയിലേക്കടക്കം കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത്. ഇതിലൂടെ തീർത്തും തൊഴിലാളി വിരുദ്ധമായ നിലയിലേക്ക് രാജ്യത്തെ എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ തൊഴിലാളികളെ വലിയ തോതിൽ ദ്രോഹിക്കുന്ന മറ്റു നടപടികൾ, ജീവനക്കാർക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കാനുള്ള തസ്തികകൾ ഇല്ലാതാക്കുക, നിയമനം നടത്താതിരിക്കുക, നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വലിയൊരു ദുർബലപ്പെടുത്തുന്ന സമീപനം എല്ലാം കൂടി കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള അജണ്ട നടപ്പാക്കുന്ന രീതി, അതിൻ്റെ ഫലമായി സംഭവിക്കുന്നതാണ് തൊഴിലാളി അടക്കമുള്ള നമ്മുടെ രാജ്യത്തെ വിവിധ ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യ എന്ന രാജ്യം ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യമായി മാറിയിരിക്കുന്നു. എങ്ങനെയാണ് അത്തരമൊരു സാഹചര്യം വന്നത്? നമ്മൾ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിൽ ജനങ്ങളെ കണ്ടുകൊണ്ടുള്ള സമീപനമല്ല സ്വീകരിച്ചു പോകുന്നത്. ഇവിടെ അതിസമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കാനുള്ള നടപടികളാണ് ഇന്ത്യ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ലോകത്തെ രാഷ്ട്രങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ നമ്മുടെ രാഷ്ട്രം ദാരിദ്ര്യ സൂചികയിൽ 105 സ്ഥാനത്താണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ രാഷ്ട്രങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. അത്ര പരിതാപകരമായ അവസ്ഥയിലാണ് നാം കാണേണ്ടത്. രാജ്യത്ത് ദാരിദ്ര്യം കുറയുകയില്ല, രാജ്യത്ത് ദാരിദ്ര്യത്തിൻ്റെ ആക്രമണം കൂടുന്നു, രാജ്യത്ത് ദരിദ്രരുടെ എണ്ണം കൂടുന്നു. അതേസമയം രാജ്യത്ത് ചെറിയൊരു വിഭാഗം തനിച്ചു കൊടുക്കുന്നു. അതാണ് ഗവൺമെൻറ്റിൻ്റെ